എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SSC CHSL 2023 സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് CHSL എക്സാമിന് അല്ലെങ്കിൽ CGL പ്രിലിംസിന് വരാൻ പോകുന്ന ചാൻസ് ഉള്ള കുറച്ച് മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ സ്കൂൾ മുതലേ പഠിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് I ഈക്വൽ ടു എന്താണ്? PRT/100. I ഈക്വൽ ടു PRT/100 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഏകദേശം എല്ലാ ക്വസ്റ്റിനും, ഇൻട്രസ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾക്ക് എക്സാമിന് ഇങ്ങനെ ഇക്വേഷൻ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ ഇപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എന്തേ ചെയ്തുള്ളൂ? വളരെ കുറച്ച്, മിക്കവാറും നമ്മൾ യൂസ് ചെയ്ത് തന്നെ ഇല്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. എന്തിന്? ഇൻട്രസ്റ്റിന് വേണ്ടി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ്, അതിനെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഒന്നും ഉപയോഗിക്കാതെ അത് നമുക്ക് പെൻ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഈ പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇതിനകത്തുള്ള കൺസെപ്റ്റ് അല്ല, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ടെസ്റ്റ്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നല്ലോണം അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ടെസ്റ്റും വൃത്തിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇപ്പം ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫോമുല അറിയാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കോമ്പൗണ്ട് ടെസ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ഓക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഇപ്പൊ നോക്കേ, ഞാൻ ബാങ്കിൽ പോയിട്ട് ഒരു 100 രൂപ, ഇപ്പൊ 100 രൂപ ഞാൻ എന്ത് ചെയ്യണം, ബാങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ 100 രൂപ ഞാൻ എന്ത് ചെയ്യണം, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നു 10% പെർ ആനം, അതായത് പെർ ആനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 10% ആണ് അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള കുറച്ച് ടൈംസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇപ്പം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്റർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പം നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ, I ഈക്വൽ ടു PRT/100. അപ്പൊ ഇതിനകത്ത് I എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, P എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര രൂപയാണോ ബാങ്കിൽ ഇടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ. അപ്പൊ ഇവിടെ എത്ര 100 രൂപയിൽ ഇട്ടത്? ഈ 100 രൂപയാണ് എന്ത് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ. ഇനി T എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ്. അപ്പൊ എത്ര വർഷത്തേക്കാണ് ഇട്ടത്, ടൈം പീരീഡ്. 100 എന്ന് പറഞ്ഞാൽ ഈ R/100 ആണ്. R/100 എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ്. റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര റേറ്റിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജിന്റെ സിമ്പിൾ മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, /100 ചെയ്തത്. അപ്പൊ ഇത് ഈ ചാപ്റ്ററിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെർസെൻറ്റേജ് ചാപ്റ്റർ ആണ്. ഓക്കെ, പെർസെൻറ്റേജ് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കാവോ, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിളോട്ട് വരാം. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 100 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ പൈസയാണ് എന്ത്, നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അവിടുത്തെ റേറ്റ്, ബാങ്കിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% പെർ ആനമാണ്. അപ്പൊ 10% റേറ്റ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ 10% പെർ ആനം എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇപ്പൊ 10% റേറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ യൂഷ്വലി നമ്മൾ റേറ്റ് കണക്കാക്കുന്നത് എന്തിലാണ്? പെർ ആനത്തിലാണ്. അതായത് ഒരു വർഷത്തിന്റെ അവസാനമാണ് നമ്മൾ എന്ത് റേറ്റ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഞാൻ 5 വർഷത്തേക്കാണ് ഇട്ടത്, 5 ഇയറിലേക്കാണ് ഇട്ടത്. ഈ 5 ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്, ഇവിടുത്തെ T ആണ്, ടൈം പീരീഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഇവിടെ ഫോർമുല ഉണ്ട്. ഫോർമുല വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതെന്താണ് ഇതിന്റെ കാര്യം, ഇതെങ്ങനെയാണ് നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, PRT/100. നമുക്ക് എന്താ ചോദിക്കുന്നത്, ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത്രയും 100 രൂപ 10% പെർ ആനത്തിൽ 5 വർഷത്തേക്ക് ഇട്ടാൽ നമുക്ക് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, അതാണ് ക്വസ്റ്റ്യൻ. I എത്രയാണെന്ന് ചോദ്യം. I എന്ന് പറഞ്ഞാൽ എന്താ വിളിച്ചത്, PRT/100. Pക്ക് വരെ എത്ര കൊടുക്കുന്നത്? ഇത് പറഞ്ഞ പ്രിൻസിപ്പിൾ 100 × R എന്ന് പറഞ്ഞാൽ 10 × T എന്ന് പറഞ്ഞാൽ 5/100. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് 2 പോയി എത്ര കിട്ടും, 50 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എക്സാമിന് സമയത്ത് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ കൺസെപ്റ്റ് അറിയണം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, സിമ്പിൾ ആണ്. പെർസെൻറ്റേജ് അറിയാമെങ്കിൽ എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ടെസ്റ്റ് വളരെ എളുപ്പമാണ്. ഓക്കെ, പെർസെൻറ്റേജ് നന്നായിട്ട് പഠിക്കും. അപ്പൊ 100 രൂപയാണ് ഞാൻ പ്രിൻസിപ്പിൾ ഇട്ടത്. ഇനി എന്താണ് ഇതിന്റെ കാര്യം എന്ന് പറയാം. ഈ 100 രൂപ ഇട്ടപ്പോൾ 10% പെർ ആനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 10% പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു വർഷം 10%. ഇപ്പൊ 100ന്റെ ഒരു വർഷത്തെ 10% എത്രയാണ്? 100ന്റെ 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി പോകാനിട്ട് അത് എത്ര? 10 രൂപയാണ്. അതായത് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇട്ടിട്ട് ഫസ്റ്റ് ഇയറിൽ എത്ര രൂപയായിരിക്കും? ഫസ്റ്റ് ഇയറിന്റെ അവസാനം ഒന്നാമത്തെ വർഷം ലാസ്റ്റ് ഒന്നാമത്തെ വർഷം ആദ്യമാണ് 100 രൂപ ഇട്ടത്. ഒന്നാമത്തെ വർഷം ലാസ്റ്റ് എത്ര രൂപ കിട്ടും? എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ആണ്. ഇത് ഒന്നാമത്തെ വർഷം എത്ര കിട്ടും? 100ന്റെ 10%, 10 രൂപ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ വർഷം നോക്കൂ. രണ്ടാമത്തെ വർഷം എന്ത് കിട്ടും? രണ്ടാമത്തെ വർഷവും ഈ 100ന്റെ 10%, അതായത് 10 രൂപ കിട്ടും. അതേപോലെ മൂന്നാമത്തെ വർഷം എന്താണ്? ഈ 100ന്റെ 10%, അങ്ങനെ 10 രൂപ. അങ്ങനെ എത്ര വർഷമുണ്ട്? 4 വർഷമുണ്ട്, 5 വർഷമുണ്ട്. അങ്ങനെ 5 വർഷം എന്ത് കിട്ടും? ഇപ്പൊ 4ാമത്തെ വർഷം 10 രൂപ കിട്ടും. അതേപോലെ 5ാമത്തെ വർഷം എന്ത് കിട്ടും? 10 രൂപ കിട്ടും. ഇവിടെ എന്താ ചെയ്യുന്നത്? എത്രയാണോ പ്രിൻസിപ്പിൾ, ആദ്യം ഇട്ട പ്രിൻസിപ്പിൾ, അതിന്റെ ഓരോ വർഷത്തിലും എത്രയാണോ റേറ്റ് അത്രയും വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര രൂപ കിട്ടി? 10, 20, 30, 40, 50. ഈ 50 രൂപയിൽ ഇവിടെ കിട്ടിയത്. അപ്പൊ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അപ്പൊ ഇത് നോക്കി, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ഗുണം എന്താ? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ് അത് തന്നെ ആയിരിക്കും അടുത്ത വരും വർഷങ്ങളിൽ. അപ്പൊ നമുക്കിവിടെ ഒരു വർഷമാണെങ്കിൽ 10 രൂപയാണ്, 2 വർഷമാണെങ്കിൽ 20 ആണ്, 3 വർഷമാണെങ്കിൽ 30 ആണ്. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 5 വർഷമാണെങ്കിൽ 50 ആണ്. അതായത് എത്രയാണോ വർഷം അതേ ഇൻറ്റു ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇവിടെ 100 രൂപയ്ക്ക് 10% per annum 30 വർഷത്തെ 30 ഇയറിലെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് ചുമ്മാ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറയുന്നത്? 30 വർഷമാണ്. അപ്പോൾ ഒരു വർഷം എത്ര കിട്ടുന്നത്? 10 രൂപ. അങ്ങനെ എത്ര വർഷമുണ്ട്? 30 രൂപ. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 300 രൂപ എന്തെന്ന് കിട്ടും? അവിടെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് വ്യത്യാസം എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം ഇതാണ് ബേസിക് കാര്യം. നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ക്ലിയർ ആവും. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നോക്ക്, എന്റെ പ്രിൻസിപ്പിൾ ഞാനൊരു 40,000 രൂപ ഞാൻ ബാങ്കിൽ ഇട്ടു. അല്ലെങ്കിൽ എന്റെ പ്രിൻസിപ്പിൾ എത്രയാണ്? 40,000 രൂപയാണ്. നമ്മുടെ റേറ്റ് നോക്കാം. റേറ്റ് ഒരു 8% ആണെന്ന് വെച്ചോ. 8% മാത്രം പറയുന്നത് എന്താണ്? പെർ ആനം ആണ്. ഓക്കെ, പെർ ഹാഫ് ഇയർ ആണെങ്കിൽ അത് പറയും. ഓക്കെ, ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച്. റേറ്റ് 8%, നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാണ്? 40,000. നമ്മുടെ ടൈം നോക്ക്. ടൈം എന്ന് പറഞ്ഞാൽ 5 ഇയർ ആണെന്ന് വെച്ചോ. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് വേണം. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ഒരു വർഷം 8%. അപ്പൊ നേരത്തെ പോലെ 8% ഒക്കെ കണ്ടുപിടിക്കണോ? വേണ്ട. എന്താ ചെയ്യണ്ടേ? ഒരു വർഷത്തെ റേറ്റ് 8% ആണെങ്കിൽ അങ്ങനെ എത്ര വർഷമുണ്ട്? 5 വർഷമുണ്ട്. അപ്പൊ ആദ്യത്തെ വർഷം ഈ 8% എന്ന് പറഞ്ഞാൽ എന്താണ്? 8% ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ഓഫ് നമ്മൾ എന്താ എടുക്കുന്നത്? പ്രിൻസിപ്പിളിന്റെ 8% ആണ്. അപ്പൊ ഈ റേറ്റിന്റെ എല്ലാം ഇൻട്രസ്റ്റിന്റെ എല്ലാം ബേസ് എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ റേറ്റ് 8% ആണെങ്കിൽ എത്ര വർഷമുണ്ട്? 5 വർഷം. അപ്പൊ ഫസ്റ്റ് വർഷം 8% കിട്ടും പ്രിൻസിപ്പിളിന്റെ, രണ്ടാമത്തെ വർഷം 8% കിട്ടും പ്രിൻസിപ്പിളിന്റെ, മൂന്നാമത്തെ വർഷം 8% കിട്ടും, നാലാമത്തെ വർഷം 8% കിട്ടും, അഞ്ചാമത്തെ വർഷം എന്ത് കിട്ടും? 8% കിട്ടും. അപ്പൊ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ ആ ഒരു ടൈം വരുന്നത് എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ്. എത്ര വരും എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ വരുന്നത്? 8% ആണ് ഒരു വർഷം. അങ്ങനെ എത്ര വർഷമുണ്ട്? 5. അതായത് 40% ആണ് എന്ത്? ഇവിടുത്തെ എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ്. അപ്പൊ എന്താണ് നമ്മുടെ എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റേറ്റ് ഇൻറ്റു നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു വർഷം എത്രയാണെങ്കിൽ ഇത്രയും വർഷം എത്ര. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? നമ്മുടെ പ്രിൻസിപ്പിളിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 8 × 5. അതായത് റേറ്റ് ഇൻറ്റു ടൈം. ഒരു വർഷം 8 ആണെങ്കിൽ 5 വർഷത്താണ് 40. അപ്പൊ പ്രിൻസിപ്പിളിന്റെ 40% ആയിരിക്കും എന്ത്? നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ 40% എത്ര? 40% എങ്ങനെയാണ് പിടിക്കുന്നത്? 10% ഒരു സ്ഥാനം മാറ്റി പോയിട്ടുണ്ട്. 10% എന്ന് പറഞ്ഞാൽ 4,000. 40 എന്ന് പറഞ്ഞാൽ 10 × 4 ആണ്. 4,000 × 4. അതായത് ഇൻട്രസ്റ്റ് എത്ര വരും? 16,000 രൂപ എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. 4,000 × 4. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മനസ്സിൽ ചെയ്യുന്നത്. ഇതെങ്ങനെ മനസ്സിൽ ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ 40,000, റേറ്റ് 8%, ടൈം 5 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8% 5 ഇയർ ആണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് എത്രയാണ്? 40%. 8 × 5 ആണ്. 8 × 5. ഇനിയിപ്പോൾ 7% വെച്ച് 6 വർഷത്തേക്കാണെങ്കിൽ എത്രയാണ് അവിടുത്തെ എഫക്റ്റീവ് റേറ്റ്? 42%. 7 × 6. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇൻട്രസ്റ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ I=PRT/100 എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കുറച്ച് ബേസിക് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം നോക്കി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് എന്റെ മെത്തേഡുമായിട്ട് എന്ത് ചെയ്യും?
ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. വെൻ ടു ഈക്വൽ എമൗണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഫോർ 5 years and 3 years at the rate of 7% and 9% per annum respectively, and the difference of their simple interest is rupees 475, then find the deposited amount. അപ്പോൾ നോക്ക് ഇവിടെ എന്താ ശ്രദ്ധിക്കണ്ടേ? വെൻ ടു ഈക്വൽ എമൗണ്ട്സ്, ഇപ്പം രണ്ടും എന്താണ്, രണ്ടും ഈക്വൽ ആണ്, ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്സ് ആണ്. ഫസ്റ്റ് എങ്ങനെ ഇട്ടത്? 5 years എത്ര പെർസെൻറ്റേജ് റേറ്റിൽ? 7% റേറ്റിൽ. അടുത്തത് 3 years എത്ര പെർസെൻറ്റേജ് റേറ്റിൽ? 9% റേറ്റിൽ റെസ്പെക്റ്റീവ്ലി ആണ്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കണം. എങ്കിലും നമുക്ക് ഇവിടെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ, ആദ്യത്തെ സ്ഥാനം 5 വർഷം, എത്രയോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണെന്ന് വെച്ചോ. അത് ആദ്യത്തെ 5 വർഷത്തേക്ക് എത്ര റേറ്റിലായിട്ടെ? 7%. അപ്പോൾ 5 വർഷത്തേക്ക് 7% എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ആനമാണ്. അപ്പോൾ 7% വെച്ച് 5 ഇയർ ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരും എഫക്റ്റീവ് നമ്മുടെ പ്രിൻസിപ്പിളിൻ്റെ? 5 ഗുണം 7, അതിലിപ്പോൾ പഠിച്ചത് 5 ഗുണം 7 എത്രയാണ്? 35%. അപ്പോൾ ആദ്യത്തേന്ന് പ്രിൻസിപ്പിളിൻ്റെ എത്ര കിട്ടും? 35% ഇൻട്രസ്റ്റ് കിട്ടും. രണ്ടാമത്തേന്ന് എന്ത് കിട്ടും? 3 വർഷത്തേക്ക് 9%. 3 വർഷത്തേക്ക് 9% എന്ന് പറഞ്ഞാൽ 3 ഗുണം 9 എത്ര പെർസെൻറ്റേജ് ആണ്? 27%. അതായത് പ്രിൻസിപ്പിളിൻ്റെ ആദ്യം എത്രയായിരുന്നു പ്രിൻസിപ്പിൾ? രണ്ടിടത്ത് എന്താണ്? ഈക്വൽ എമൗണ്ട് ആണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ പി എന്നെടുത്താൽ ആദ്യമേ കിട്ടുന്നത് ആ പ്രിൻസിപ്പിളിൻ്റെ 35% ആയിരിക്കും. രണ്ടാമത്തെ കേസ് കിട്ടുന്നത് അതേ പ്രിൻസിപ്പിളിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 27% ആയിരിക്കും. ഇവിടെ നമ്മളുടെ ഡിഫറൻസ് അല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അത് എത്രയാണ്? 27 35 ഡിഫറൻസ് 8%. അപ്പോൾ 8% ഓഫ് പ്രിൻസിപ്പിൾ, പെർസെൻറ്റേജ് ഓഫ് പ്രിൻസിപ്പിൾ. എപ്പോഴും ബേസ് എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിളാണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 475. അപ്പോൾ 8%ൻ്റെ വാല്യൂ ആണ് എത്ര തന്നിരിക്കുന്നത്? എത്ര തന്നിരിക്കുന്നത്? 475. നമുക്ക് എന്താ വരുന്നത്? ഫൈൻഡ് ദ ഡെപ്പോസിറ്റഡ് എമൗണ്ട്. ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളിൻ്റെ 8% ആണ് 475. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളിൻ്റെ എത്ര പെർസെൻറ്റേജ്? 100%. പെർസെൻറ്റേജ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെർസെൻറ്റേജ് നന്നായിട്ട് പഠിക്കും. അപ്പോൾ എന്താ വേണം? നമുക്ക് 100% വേണം. അപ്പോൾ അതിനകത്ത് എന്ത് വരും? 100%. നമ്മുടെ ഓപ്ഷൻ നോക്കി എല്ലാം പോയിന്റ് ആണല്ലേ. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓപ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റുന്ന അത്രയും വെട്ടാം. നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 8 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഡയറക്റ്റ് 8 വെച്ചാൽ വെട്ടി നോക്കും. 8 വെച്ച് വെട്ടുമ്പോൾ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 2 വെച്ചൊക്കെ വെട്ടാം. അങ്ങനെ 2 വെച്ചൊന്നും വെട്ടണ്ട. ഈ 4 വെച്ചിട്ട് കഴിഞ്ഞാൽ 25/2 എന്ന് വരും. അത് 12.5. അല്ലെങ്കിൽ ഡയറക്റ്റ് വെട്ടിയാൽ എന്താണ്? 100/8 എന്ന് പറഞ്ഞാൽ 12 8 96. ബാക്കി 4/8 0.5. അപ്പോൾ 12.5 × 475 ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ചെയ്യും? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഡിജിറ്റൽ സമ്മ്. ഡിജിറ്റൽ സമ്മിൻ്റെ ആവശ്യമുണ്ടോ? ഡിജിറ്റൽ സമ്മ് ചെയ്യേണ്ടി വരും. കാര്യം 125 മൾട്ടിപ്പിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സമ്മ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്ക്, ഇവിടെ ഞാൻ CHSന്റെ ഇൻട്രോ ക്ലാസ് എന്ന് പറഞ്ഞതിനകത്ത് ഡിജിറ്റൽ സമ്മ് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, 5 2 7 1 8. ഇതിൻ്റെ ഡിജിറ്റൽ സമ്മ് 8 ആണ്. ഇവിടെ എത്ര വരും? 12 16. അതായത് 7 7 8 56. 56 ആകുമ്പോൾ 5 6 11 2 വരും ഡിജിറ്റൽ സമ്മ്. അപ്പോൾ ഡിജിറ്റൽ സമ്മ് 2 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഇത് 12 15 23 30. 3 ആണല്ല, 9 9 വേണ്ട 12. ഇത് 2 ആണ്. ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട, 7 9 നോക്കണ്ട, 9 9 നോക്കണ്ട, 7 5 12. 3 ആണ്. 3 നമുക്ക് 2 ആകണം. ഇതും കളയാം. ഇനി എന്തായത്? 9 നോക്കണ്ട, 10 15 15 20. 2 ആണ് വരുന്നത്. അപ്പോൾ ഇതോ അല്ലെങ്കിൽ ഇതോ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സമ്മിൽ എന്ത് വരും? 2-ൽ ഏതോ വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 475 × 12 ചെയ്യുക. 475 × 12 എന്ന് പറഞ്ഞാൽ എത്ര വരും? 475 × 10 എന്ന് പറയുമ്പോൾ 4750. പിന്നെ 475 × 2 എത്രയാണ്? 800 940 950 950. എത്ര വരും ഇത്? 0 1 10 5700. പിന്നെന്താ? 475ന്റെ പകുതി അല്ലേ? × 12 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്. 475ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 400ന്റെ പകുതി 200. 75ന്റെ പകുതി 37.5. 237 വരും. 237 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 237.5. എത്രയാണ്? നമ്മുടെ 5937.5 വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് ചെയ്യാം. ഇത് രണ്ടും ഹോൾഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ റേഞ്ച് വരുന്ന ആൻസർ. അല്ലെങ്കിൽ ഇത് ഡിജിറ്റൽ സമ്മ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡിജിറ്റൽ സമ്മ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇൻട്രൊഡക്ഷൻ ടു മാത്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ സമ്മിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇവിടെ 2 ഓപ്ഷൻ വന്നു. നമുക്ക് 2 ഓപ്ഷനും ഏതെങ്കിലും, ബാക്കി എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് എന്ത് പറയാം? 2 ഡിജിറ്റൽ സമ്മ് ഉള്ളത്, ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാർക്ക് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? സ്പീഡ് ആക്കുക. 475 അല്ലെങ്കിൽ ഇങ്ങനെ ഏതായാലും മതി. 475 ഇവിടെ 100 കിടപ്പുണ്ടല്ലോ. 100 നമുക്ക് 8% അറിയാം. ഇത്രയും 100 എത്ര? ഇത് പെർസെൻറ്റേജ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ ഡയറക്റ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കും. കുറച്ചുകൂടെ ഉള്ളൂ. ഞാൻ ഡിജിറ്റൽ സമ്മിന് വേണ്ടിയാണ് അങ്ങനെ പോയത്.
അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വെച്ചാൽ ഡീറ്റെയിൽസ് എടുക്കാം. 8 വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതായിരിക്കും കുറച്ച് എളുപ്പം. 8 വെച്ച് ചെയ്യുമ്പോൾ 47/8 എന്ന് പറഞ്ഞാൽ 5 ആണ്, ബാക്കി 75/8 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം 5, 9 തുടങ്ങുന്നതാണ്. ഇത് രണ്ട് ഏതാണ് ആൻസർ എന്ന് മനസ്സിലാവും. 5, 9, 75, ബാക്കി 30 വരും. 30 വരുമ്പോൾ 30/8 എന്ന് പറഞ്ഞാൽ 3 വരും. 5, 9, 3 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി എടുത്തുള്ളൂ. അപ്പോൾ ഈ വഴി ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ട്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാത്സ് പഠിക്കുമ്പോൾ മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ചെയ്യണം. ചെയ്ത് വിവിധ വഴികളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താകത്തുള്ളൂ? നിൽക്കത്തുള്ളൂ. അപ്പം ഇതിങ്ങനെ കുറേ ചെയ്താൽ മാത്രമേ. അപ്പം ഇതിപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്താൽ ഇപ്പം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് എളുപ്പം ആൻസർ കിട്ടും എന്നൊരു ചിന്ത വരും. അപ്പം അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ പഠിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കാം. പിന്നെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇത്ര സ്റ്റെപ്പിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കേ, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. If in 13 years a fixed sum doubles at simple interest, what will be the interest rate per year? Correct 2 decimal place. ഈ കറക്റ്റ് 2 decimal place എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്. നോക്കാം. ഇഫ് ഇൻ 13 years a fixed sum doubles at a simple interest. ഇപ്പം ഡബിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്ക്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, അത് 1 രൂപ എന്ന് വെച്ചോ. ആ പ്രിൻസിപ്പിൾ പി ഡാഷ് ആയി. എന്താ? ഇതിന്റെ ഡബിളായി, അതായത് 1 പറഞ്ഞാൽ 2 ആയി. അപ്പം എന്താണ്? എത്ര പെർസെൻറ്റേജാണ് കൂടുന്നത്? 1, 1ന്റെ കൂടെ 1 തന്നെ കൂടി. 1 എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര പെർസെൻറ്റേജ് കൂടി? 1 എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര പെർസെൻറ്റേജ്? 1ന്റെ കൂടെ 1 കൂടി എന്ന് പറഞ്ഞാൽ ഡബിൾ ആയെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൂടുന്നത്? ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ല. ഡബിൾ ആയെന്ന് പറഞ്ഞാൽ അത് അതിന്റെ തന്നെ. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ 100% ഉണ്ട്, അതിന്റെ കൂടെ അത്രയും 100% ഉണ്ട് കൂടി, അല്ലേ? അത് തന്നെ കൂടി. അപ്പം 100% ആണ്. ഒരു സാധനം ഡബിൾ ആവെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ് കൂടുന്നത്? 100% കൂടുന്നത്. ഒരു സാധനം ട്രിപ്പിൾ ആവെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ് കൂടുന്നത്? 200% കൂടുന്നത്. എങ്ങനെ 200% എന്ന് പറയുന്നത്? എത്ര കൂടിയത്? 1 3 ആവാൻ വേണ്ടി 2 കൂടി. 2 കൂടി എത്രയില്? 1ൽ. 2/1 ഇൻറ്റു 100. 1ൽ 2 ആണെങ്കിൽ 100 അത്ര. ഇതൊക്കെ പെർസെൻറ്റേജ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടു. ഒരു സാധനം 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കുന്നു? 400% കൊടുക്കുന്നു. ഇവിടെ സമ്മ് ഡബിൾ ആയെന്ന് പറഞ്ഞു. സമ്മ് ഡബിൾ ആയെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൂടുന്നത്? 100% കൂടുന്നത്. അതായത് എന്തിന്റെ? ഏതാണോ സമ്മ്, അപ്പൊ ആ സമ്മിന്റെ എത്രയാണ് കൂടുന്നത്? 100% കൂടുന്നത്. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ്? ഇപ്പം ഏതോ ഒരു സമ്മ് ഡബിൾ ആയെന്ന് പറഞ്ഞാൽ അതിന്റെ 100% കൂടി. അപ്പോൾ 100% ആണ് എഫക്റ്റീവായിട്ട് കൂടിയത്. അത് എത്ര വർഷം കൊണ്ടായത്? 13 വർഷം കൊണ്ട്. 13 വർഷം കൊണ്ട് 100% ആയി. അപ്പം റേറ്റ് പെർ ഇയർ എന്നാണ്. അതായത് ഒരു വർഷം ഇത്ര 6 റേറ്റിലുണ്ട്, അങ്ങനെ രണ്ടാമത്തെ വർഷം 6 റേറ്റ്, മൂന്നാമത്തെ വർഷം 6 റേറ്റ്, അങ്ങനെ 13 വർഷം. അതായത് 13 ഗുണം 6%. അതാണ് ഈ തന്നേക്കുന്നത് എന്ത്? 100% തന്നേക്കുന്നത്, അല്ലേ? ഇത്രയാണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊന്നും എഴുതണ്ട. അപ്പം 100% ആണ് എന്ത്? ടോട്ടൽ എഫക്റ്റീവ്. എത്ര വർഷമുണ്ട്? 13 വർഷം. ഒരു വർഷം എത്ര? 13 വർഷത്തെ 100 ഒരു വർഷത്തെ എത്ര? 100/13, അല്ലേ? 100 ടോട്ടൽ വരുന്നത്. ഒരു വർഷം ടോട്ടൽ എത്ര വർഷമുണ്ട്? 13 വർഷം. അപ്പോൾ 13 വർഷം എത്ര വരും? ഇത് ഏകദേശം 7. അതുകൊണ്ടാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. 7 വരും, 13 91, പിന്നെ എത്ര? 9 90. 90/13 എത്ര വരും? ഏകദേശം 7ന്റെ അടുത്ത്. അതായത് 7.69 വരും. 7.69%. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 100/13 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/30 എന്ന് പറഞ്ഞാൽ 7.69% ആണ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 7.69 വരും. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 7.69 വെച്ച് 13 വർഷം പോകുമ്പോഴത്തേക്ക് എന്താവും? 100%. അതായത് 7.69%, 7.69%, അങ്ങനെ 13 വർഷം പോകുമ്പോൾ എന്തായിരിക്കും? ഒരു വർഷം ഇത്രയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താവും? 100% എഫക്റ്റീവ് ആവും. 100% എഫക്റ്റീവ് റേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സമ്മ് ഡബിൾ ആവും. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അപ്പം ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു സമ്മ് 7 ടൈംസ് ആവുമെന്ന് പറയാം. 7 ടൈംസ് ആവുകയാണ്. എത്ര വർഷം? 20 ഇയറിൽ. നമുക്ക് എന്ത് വേണം? റേറ്റ് പെർസെൻറ്റേജ് വേണം. അപ്പൊ ഇങ്ങനെ ചുമ്മാ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ 7 ടൈംസ് എന്ന് പറഞ്ഞാൽ ഏതാണ് കൂടുന്നത്? 7 ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു മണി 7 ടൈംസ് ആയി 20 വർഷം കൊണ്ട്. എന്നാൽ റേറ്റ് എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇത് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ പറയുന്നത് നോക്കാം. അപ്പോൾ 7 ടൈംസ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 1 നമ്മുടെ മണിയെങ്കിൽ അത് 7 ആയി, അല്ലെങ്കിൽ 100 ആയി, അല്ലെങ്കിൽ 700 ആയി. എത്ര പെർസെൻറ്റേജ് ആയിരിക്കും കൂടുന്നത്? 600% ആയിരിക്കും കൂടുന്നത്. എത്ര വർഷമുണ്ട്? 20 വർഷം. ഒരു വർഷത്തെ എത്ര പെർസെൻറ്റേജാണ് കൂടുന്നത്? അതാണ് നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ്. 600/20 എത്രയാണ്? 20. എത്രയാണ് നമുക്ക് ആൻസർ? 30% ആണ് എന്ത്? നമ്മുടെ 30% പെർ ആനമായിരിക്കും എന്ത്? അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം? ഇറേസ് ചെയ്ത് കളയാം.
ഈ ക്വസ്റ്റ്യൻ നോക്കി എ പേഴ്സൺ, അപ്പൊ ഇനി നമുക്ക് സ്പീഡ് ചെയ്യാമല്ലോ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എ പേഴ്സൺ ബോറോസ് ₹5,000 for 2 years at 4% per annum simple interest. He immediately lends to another person at 6.25. അപ്പോൾ 6.25 ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. 6.25% 1/16 ആണ് നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുള്ളത്. പെർ ആനം ഫോർ 2 years. ഹിസ് ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ പെർ ഇയർ. അപ്പോൾ പെർ ഇയറിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പേഴ്സൺ 5,000 രൂപ മേടിച്ച് 2 ഇയറിൽ 4% പെർ ആനത്തിൽ എന്ത് ചെയ്തു, അത് കടം മേടിച്ചു. അപ്പോൾ അയാൾക്ക് 2 വർഷം കൊണ്ട് എത്ര ആയിരിക്കും അടയ്ക്കേണ്ടത്? ഒരു വർഷം 4% ആണെങ്കിൽ 2 വർഷം കൊണ്ട് 8%, 4 ഗുണം 2, അതായത് 8%. എഫക്റ്റീവായിട്ട് 8% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 5,000ന്റെ 8% ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ എന്താ ചെയ്തത്, ഹി ഇമീഡിയറ്റ്ലി ലെൻസ് ടു അനദർ പേഴ്സൺ അറ്റ് 6.25% പെർ ആനം ഫോർ 2 years. എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 6.25 വെച്ച് 2 വർഷം എത്ര വരും? 1/60 ആവശ്യമില്ല. 6.25 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12.5%. അതായത് അയാൾ 5,000 രൂപ ഇങ്ങനെയാണ്, ഈ റേറ്റിലാണ് മേടിച്ചത്, 8% കൊടുക്കേണ്ടത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, അത് കടം കൊടുത്തു. എത്ര പെർസെൻറ്റേജിൽ? 12.5%. അപ്പോൾ 12.5% ഒക്കെ എന്താണ്, സെയിം പൈസ ഇല്ലേ? 5,000 രൂപയാണ് ഇവിടെ മേടിച്ചത്, 5,000 രൂപയാണ് ലെൻസ് ടു അനദർ. അപ്പോൾ 5,000 രൂപയാണ് ഇവിടെയും കൊടുത്തത്. നമ്മുടെ പ്രിൻസിപ്പിൾ ഒന്നും മാറുന്നില്ല. അപ്പോൾ നമ്മൾ 5,000ന്റെ ആവശ്യം അവസാനം മതി. അപ്പോൾ ആദ്യമേ 5,000 അയാൾക്ക് കൊടുക്കേണ്ടത് എത്ര? കടം മേടിച്ചതുകൊണ്ട് അയാൾ 5,000ന്റെ 8% കൊടുക്കേണ്ടത്. പക്ഷേ അയാൾ ലെൻഡ് ചെയ്താണ്, വേറെ ആൾക്ക് കടം കൊടുത്തതുകൊണ്ട് അയാൾക്ക് എത്രയാണ്? 12.5% എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 12.5% ഓഫ് 5,000, ഇവിടെ 8% ഓഫ് 5,000. അല്ലെങ്കിൽ അയാൾ മേടിച്ച ആ മണി എത്രയാണ് ഡിഫറൻസ്? 4.5%. 4.5% അല്ലേ ഡിഫറൻസ്? ഗെയിൻ എന്ന് പറഞ്ഞതല്ലേ 4.5% ഓഫ് നമ്മുടെ പ്രിൻസിപ്പലല്ലേ ഗെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾനെസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മനസ്സിലാണ് ചെയ്യുന്നത്. കാര്യം അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാണ് ചെയ്യുന്നത്. 4.5% ഓഫ് 5,000 ആണ് നമ്മുടെ ആൻസർ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇങ്ങനൊന്നും എഴുതേണ്ട കാര്യമില്ല. 4.5% 5,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ നോക്ക്. ഓപ്ഷൻ അതെല്ലാം എന്താണ്, ഡിജിറ്റുകൾ വ്യത്യാസമാണ്. അപ്പം 45 × 5 നോക്കും. 45 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45, 200, 225 അല്ലേ? ഓക്കെ, 225. അപ്പൊ 225 നോക്ക്. 45 × 4.5% ഇൻറ്റു 5,000. അപ്പൊ ഈ ഗെയിൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ എത്ര വർഷത്തെയാണ്? 2 ഇയറിലാണ് അല്ലേ? 2 വർഷമാണ് 4%. ഇമ്മീഡിയറ്റ് ലെൻസ് ആണ് പേഴ്സൺ ആയിട്ട് 6.25% ഫോർ 2 ഇയർ. ഇതാണ് 2 ഇയർ. അപ്പൊ ഇവിടെ 2 ഇയർ ആണ്, ഇവിടെ 2 ഇയർ. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? ഹിസ് ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ പെർ ഇയർ ആണ് വെച്ചിരിക്കുന്നത്. ടോട്ടൽ ഗെയിൻ ആണെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4.5 × 5 ആണ്. 225 സംതിങ് ആയിരിക്കും. നമുക്ക് എന്താ, അത് 2 വർഷത്തെയാണ്. നമുക്ക് 1 വർഷത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? /2. /2 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 45, 225. 225ന്റെ പകുതി എത്രയാണ്? 112. 112 എന്ന് പറയുന്ന ഓപ്ഷനുള്ള ഏതെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ട്. നമ്മൾ ചുമ്മാ ഈ 0ന്റെ ഒരു പെർസെൻറ്റേജ് ഒന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് എന്താണോ നോൺ സീറോ ആയിട്ട് വരുന്ന ഡിജിറ്റുകൾ അതായിരിക്കും നമ്മുടെ എന്ത് ആൻസർ. അതായത് നമ്മുടെ ഓപ്ഷനകത്ത് ഇപ്പം 112.5, 1,125 അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ, നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാ ഡിജിറ്റുകളും എന്താണ്, ഡിഫറൻ്റ് ആണ്. നമുക്ക് വേണ്ടുന്ന കാര്യം എന്ത് ചെയ്യാം? 45 × 5 എന്തായാലും അത് കാണാം. ബാക്കി 0 അഡ്ജസ്റ്റ് ആയിക്കോളും. /2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? ഇതിന്റെ പകുതി, അതായത് 112.5 വരുന്ന ഓപ്ഷൻ എ വരും. ബാക്കി പോയിന്റൊക്കെ എന്ത് ചെയ്യും? അതനുസരിച്ച് മാറിക്കോളും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പെർ ഇയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? /2 ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഉണ്ട്, വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമ്മൾ പേന എടുക്കാതെ ചെയ്യുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യും? എത്തുക. എന്നാലും പേന എടുത്താലും കുറച്ച് കാൽക്കുലേഷൻ മാത്രം ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum for 8 years is 840. At what rate of interest the same amount of interest can be received on the same sum after 5 years? ഒന്നുമില്ല, ഇതിന്റെ കാര്യമാണ് നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്നതിന് നമുക്ക് ഡേറ്റാസ് എന്താണെന്ന് എടുക്കും. നമുക്ക് the simple interest on a certain sum of money at the rate of 5% per annum for 8 years. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ടോട്ടൽ എഫക്റ്റീവായിട്ട് എത്രയാണ് കിട്ടിയത്? 8.5. അതായത് 40% ഓഫ് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. ആ ഇൻട്രസ്റ്റ് അല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ തന്നിരിക്കുന്നത് 840. നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 40% ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത് പ്രിൻസിപ്പിൾ. 40% ഓഫ് പ്രിൻസിപ്പിൾ ആണ് 840. നമുക്ക് എന്ത് വേണം? പ്രിൻസിപ്പിൾ വേണം. 100% വേണം. എത്ര ഇട്ടത്? 87/4 എന്ന് പറഞ്ഞാൽ 21. ഇപ്പൊ 21.00 ഇപ്പൊ 2,100. ഇതൊക്കെ മനസ്സിലാവുന്നുള്ളൂ, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, 2,100 അപ്പം എന്തിൻ്റെയോ 40% ആണ് 840. അപ്പൊ നമ്മൾ 84/4 21, പിന്നെ 100%, 2,100. നമുക്ക് ഇതൊന്നും എഴുതാതെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക്
എഴുതേണ്ട കാര്യമില്ല, മനസ്സിലായില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ 2100 രൂപയാണ് എന്ത് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അറ്റ് വാട്ട് റേറ്റ് ഇൻട്രസ്റ്റ് സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ഓൺ ദ സെയിം സം ആഫ്റ്റർ 5 years. അപ്പോൾ ഏത് റേറ്റിലാണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ 840 എന്ത് ചെയ്യുന്നത്, 840 എന്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വേണ്ടത്. എത്ര വർഷത്തെ കഴിഞ്ഞിട്ട്? 5 വർഷം കഴിഞ്ഞിട്ട്. 840 ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്ക്, 2100 പ്രിൻസിപ്പൾ. അപ്പൊ ഇതിനകത്ത് 840 എന്ത് നമ്മുടെ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 840 എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര പെർസെന്റേജാണ് നോക്ക്, ഇതിന്റെ 10% 210 അല്ലേ, 10% ഈ പ്രിൻസിപ്പളിന്റെ 10% 210. അപ്പൊ ഇത് 2187 തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഇല്ലേ? എത്രയാണ് ഇതിന്റെ എത്രയാണ്? 40% അല്ലേ? അതിൽ ഇപ്പൊ കണ്ടുപിടിച്ചത് 40% ആണ്. 2100 40% ആണ് 840. അതായത് 40% ആണ് നമുക്ക് എന്ത് വേണ്ടത്, എഫക്റ്റീവ് റേറ്റ്. 5 വർഷം കഴിഞ്ഞുള്ള എഫക്റ്റീവ് റേറ്റ്. എഫക്റ്റീവ് റേറ്റ് 40% ആണ്. നമുക്ക് എത്ര വർഷമാണ് ആ 40% കിട്ടുന്നത്? 5 വർഷം. 1 വർഷത്തെ അല്ലേ അറ്റ് വാട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദ സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതായത് ഏത് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും ഈ 40% കിട്ടുന്നത്? എപ്പോഴായിരിക്കും? 5 വർഷം. നമുക്ക് 1 വർഷം എത്ര ആവണം? 8% ആണ്. 8% പെർ ആനമായി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് എന്താവും? 40% ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഇതേ കാര്യം തന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞു. നമ്മൾ ആൻസർ എത്രയാണ്? 8%. അപ്പൊ 8% പെർ ആനമാണെങ്കിൽ 5 വർഷം കൊണ്ട് എന്താവും? ഈ സമ്മിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഇതേ ഇൻട്രസ്റ്റ് തന്നെ കിട്ടും. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, S×I1 = S×I2. S എന്ന് പറഞ്ഞാൽ എന്താണ്? 5% ഇൻറ്റു I1 5% 8 ഇയറിൽ. അടുത്ത എത്രയാണ്? സമ്മാണ് ഇത്. സമ്മ രണ്ടിടത്തും ഇതാണല്ലോ. 6% ഇൻറ്റു 5. അതായത് റേറ്റ് രണ്ട് ഈ ഇൻട്രസ്റ്റ് എല്ലാം സെയിം ആണ്. ഇതിന്റെ ആവശ്യമില്ല. I1 = I2 ആണ്. അപ്പോൾ 5 ആദ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പൾ അവിടെ ഉണ്ട്. 5% 8 ഇയർ കിട്ടുന്നതാണ്, 6% 5. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെ എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നോക്കേ, പാർത്ത് took a loan of 12,000 at simple interest. After 5 years, he paid 3,600 as interest. What is the rate of interest per annum? എളുപ്പമല്ലേ? പെർ ആനം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പെർ ആനം എത്രയാണ് നമുക്ക് കൊടുക്കുന്നത്. കാര്യം സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ എന്താണ് സെയിം എമൗണ്ട് വെച്ചാൽ കൊടുക്കുന്നത്. 5 വർഷം കഴിഞ്ഞാൽ അയാൾ 3,600 ഇൻട്രസ്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 1 വർഷത്തെ ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് പെർ ആനത്തിൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് കിട്ടും. അതാണ് എന്ത് നമ്മുടെ റേറ്റ് പെർസെന്റ്. 5 വർഷം 3,600 ആണെങ്കിൽ 1 വർഷത്തിൽ കിട്ടും 3,600/5. 3,600/5 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3,500/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 700 ആണ്. പിന്നെ 100 100/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 72. അല്ലെങ്കിൽ 36 320/5 എന്ന് പറഞ്ഞാൽ 72. അതായത് 720 രൂപയാണ് എന്ത്? 720 രൂപയാണ് 1 വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പൊ പറഞ്ഞാൽ മനസ്സിലായോ? 5 വർഷത്തെയാണ് 3,600, 1 വർഷത്തെ 720. 1 വർഷത്തെ 720 ആണെങ്കിൽ 1 വർഷത്തെ 720 ആണ് എന്ത്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 12,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. അതിന്റെ എത്ര പെർസെന്റ് ആണ്? 720. അല്ലേ ചോദിക്കുന്നത്? 12 എത്രയാണ്? 6 അല്ലേ? എന്തായാലും എന്തായിരിക്കും? എത്ര പെർസെന്റ് ആയിരിക്കും? 6% ആയിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 6% ആണെന്ന്. 12,000ന്റെ 10% 1,200. 12,000ന്റെ 1% 120. 1% 120 ആണെങ്കിൽ 720 ആവാൻ വേണ്ടി എത്ര പെർസെന്റേജ് ആണോ? 6%. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. പേന എടുക്കാതെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏതാണ്? റൈറ്റ് ട്രാക്കിലാണ്. അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ എടുക്കുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പൊ എല്ലാവരും എന്താണ്? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിക്കും. എളുപ്പമാണ്, സംഭവം എളുപ്പമാണ്. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ഒരു 10 സെക്കൻഡിനകത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ 12,000 എടുത്തു 5 years. അപ്പൊ ഇവിടെ എന്താണ്? 720 വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് റേറ്റ് പെർസെന്റേജ് പെർ ആനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 12,000ന്റെ 6/100 ആണ് എത്ര? 720. അതൊന്ന് 6ന്റെ വില കണ്ടുപിടിക്കും. ഇങ്ങനെ വെട്ടി ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇവിടെ ചെയ്താലും എന്ത് കിട്ടും? 6 എന്ന് പറഞ്ഞാൽ 6% കിട്ടും. പക്ഷെ ഇങ്ങനെ എഴുതുന്ന ഒരാളും നമ്മൾ ഇങ്ങനെ മനസ്സ് ചെയ്യുന്ന ഒരാളും തമ്മിൽ എന്തുണ്ട്? നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ 6% കിട്ടി. അടുത്ത ദിവസം നോക്കി, a certain sum of money triples itself in 5 years at a simple interest. In how many years will it become 5 times? ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണല്ലേ. ഒരു സം ഓഫ് മണി 1 രൂപ എന്ന് വെച്ചു. ഒന്നാണ് നമ്മൾ സം ഓഫ് മണിയെങ്കിൽ അത് ട്രിപ്പിൾ ആയി. ട്രിപ്പിൾ ആയെന്ന് പറഞ്ഞാൽ 3 ആയി. എത്ര പെർസെന്റേജ് കൂടിയത്? 2 കൂടി. 2 1 100. എത്ര കൂടുന്നത്?
ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 200% ആണ് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എത്ര വർഷം കൊണ്ടാവും? 5 വർഷം കൊണ്ട്. 200% ആയത് ആ സമ്മ് പി എന്ന് വെച്ച സംഭവം വെച്ചു. ആ സമ്മ് അതിന്റെ 200% കൂടിയത് എത്ര വർഷം കൊണ്ടാണ്? 5 ഇയർ കൊണ്ടാണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ബി 5 ടൈംസ്? 5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എത്ര ആവും? 5 ആവും. അപ്പൊ എത്ര കൂടുന്നത്? 400%. 4/1 × 100. 400% കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? 5 മടങ്ങാവുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് 400% ആവാൻ ഒരു സമ്മ് 200% ആവാൻ 5 വർഷം എടുത്തു. അത് 400% ആവാൻ എത്ര വർഷം എടുത്തു? അപ്പം അതേ സമ്മിന്റെ അല്ലേ പിയുടെ. അപ്പം 200% ആവാൻ 5 വർഷം. 400% ആവാൻ എത്രയാണ്? 200 × 2 അല്ലേ ഇവിടെ ചെയ്തത്. LHS എന്താണ് ചെയ്യുന്നത്? അത് തന്നെ RHS ചെയ്യുക. 200 × 2 ആണ് ഇവിടെയും ചെയ്തത്. ഇവിടെ തന്നെ 5 × 2 വരും. അതായത് 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ഈ സം ഓഫ് മണി ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബി 5 ടൈംസ്. ഒരു 5 വർഷം കൊണ്ട് 3 മടങ്ങാവുന്ന ഒരു സമ്മ് 10 വർഷം കൊണ്ട് എന്താവും? അതിന്റെ 5 ടൈംസ്. എന്നാൽ അതാണ് അതിന്റെ അർത്ഥം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വർഷവും ഒരേ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോൾ കുറച്ച് എന്ത് വരും? കുറച്ച് കാര്യം ആലോചിക്കാനുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ദിവസം നോക്കി. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പം എല്ലാം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തതിനു ശേഷം ചെയ്ത് നോക്കാം. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് per annum will ₹3,000 amount to 4,200 in 4 years if the interest is calculated half yearly at a simple interest? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി ശ്രദ്ധിച്ചോണം. എന്താ ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഉണ്ട്. ക്വാർട്ടറിലേക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളുള്ളത്. ക്വാർട്ടർലി ഉണ്ട്, അടുത്ത ഹാഫ് ഇയർലി ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ ഇയർലി ഉണ്ട്. ഇയർലി നമ്മൾ പഠിച്ചത് ഇയർലി ഇൻട്രസ്റ്റ് ആണ്. ഈ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ബൈ 4 ആണ്. നമുക്ക് എത്ര മാസം ഉണ്ട് ഒരു വർഷത്തിൽ? 12 മന്ത് ഉണ്ട്. അപ്പം ബൈ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ 4 എന്ന് പറഞ്ഞാൽ 12/4 എത്രയാണ്? 3 മാസം. അങ്ങനെ 3 മാസം വെച്ച് ഓരോ 3 മാസത്തിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്? ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഹാഫ് ഇയർ ആകുമ്പോൾ എന്ത് വരും? ഒരു വർഷം 12 മാസമാണ്. അതായത് ഓരോ 6 മന്തിലും എന്ത് വരും? ഇൻട്രസ്റ്റ് കണക്കാക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇയർലി എന്ന് പറഞ്ഞാൽ ഓരോ വർഷം. അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം വിൽ ₹3,000 amount to 4,200 in 4 years if the interest is calculated half yearly at a simple interest? റേറ്റ് വേണം. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹാഫ് ഇയറിലാണ്. അപ്പോൾ ഇവിടെ നോക്കി, 3,000 രൂപ 4,200 ആയി 4 വർഷം കൊണ്ട്. ഒരു വർഷം കൊണ്ട് എത്ര ആവുന്നത്? ആ എമൗണ്ട് ഒരു വർഷം കൊണ്ട് എത്ര ആവുന്നത്? ഒരു വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് ഇത്രയായി. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഹാഫ് ഇയർ, ഒരു ഹാഫ് ഇയറിൽ എത്ര കൂടുന്നത് നോക്കിയാൽ പോരെ. അതായത് ഹാഫ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പൊ 4 വർഷം കൊണ്ട് എത്ര ആയത്? 4 ഇയർ കൊണ്ട് എത്ര ആയത്? 1,200 കൂടി. അതായത് 4 വർഷം കൊണ്ട് 3,000 സാധനം എത്രയായി? 3,000 രൂപയായിരുന്നു ആദ്യം കിട്ടുന്നത്. 4 വർഷം കഴിഞ്ഞ് എത്രയായി? 4,200 ആയി. 1,200 കൂടി. നമുക്ക് എന്ത് മതി? ഹാഫ് ഇയർ കൊണ്ട് എത്ര കൂടും നോക്കണം. 4നെ ഹാഫ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തത്? നമ്മൾ ബൈ 8 ചെയ്തു അല്ലേ? ഡിവൈഡഡ് ബൈ 8 ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്? 1,200 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് എന്ത് കിട്ടും? ഹാഫ് ഇയറിലെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റിന്റെ വാല്യൂ കിട്ടും. ബൈ 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 120/8, അതായത് 150 രൂപ. അപ്പൊ 150 രൂപയാണ് എന്ത്? ഹാഫ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. നമ്മൾ റേറ്റ് കണക്കാക്കുന്നത് എന്താണ്? ഇവിടെ ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഇയർലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ? ഇവിടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്താ പ്രിൻസിപ്പളിനകത്ത് വെച്ച് റേറ്റ് കണ്ടുപിടിക്കായിരുന്നു. ഇനി നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇയർലി റേറ്റ് ആണ്. എത്ര വരും? 150 രൂപ എത്രയിലാണ്? 150 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എത്രയില്? 3,000 ഇൻറ്റു 100. 150 പറഞ്ഞാൽ ഇതിന്റെ 5% അല്ലേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ എഴുതണോ? ഇങ്ങനെയൊന്നും എഴുതണ്ട. നമുക്ക് 150 രൂപയാണ് എന്ത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 150 കണ്ടുപിടിച്ചത്? ഹാഫ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഇക്വേഷൻ എഴുതിയ മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് പറഞ്ഞതിന് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ഇയർലി എന്താണ്, ഹാഫ് ഇയർലി കണക്കാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയാണ്. 150 രൂപ 3,000 രൂപയാണ് നമ്മൾ എന്ത് പ്രിൻസിപ്പൽ. 150 3,000 എത്ര പെർസെൻറ്റേജ് ആണ് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ തന്നെ ചെയ്തൂടെ? 3,000 10% 300 ആണ്. 300ന്റെ പകുതിയിൽ 150. 300ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10%ന്റെ പകുതി പറഞ്ഞാൽ എത്രയാണ്? 5%. അതായത് 5% ആണെന്ത് നമ്മുടെ 5% ആണെന്ത് നമ്മുടെ ഹാഫ് ഇയർലി റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഹാഫ് ഇയർലി നമ്മൾ നോക്ക്, ഇഫ് ദ 4 years if the interest, what is the rate percentage per annum?
നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹാഫ് ഇയർ റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അല്ല, ഹാഫ് ഇയർ റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഹാഫ് ഇയർ റേറ്റ് എത്ര പെർസെന്റ് ആണ്? 5% ആണ്. നമുക്ക് എന്താ ഹാഫ് ഇയർ റേറ്റ് എത്രയാണ്? ഹാഫ് ഇയർ റേറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 5% ആണ്. നമുക്ക് എന്താ വേണ്ടത്? റേറ്റ് പെർസെന്റേജ്. റേറ്റ് പെർസെന്റേജ് എപ്പോഴും എന്തിലാണ് കണക്കാക്കുന്നത്? പെർ ഇയർ ആണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർ 5 ഇതാണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും. നമുക്ക് ഫുൾ ഇയറിൽ 10% ആണ് നമ്മുടെ റേറ്റ് എങ്കിൽ ഹാഫ് ഇയറിൽ അതിന്റെ പകുതി ആയിരിക്കും. ഇവിടെ നമുക്ക് ഹാഫ് ഇയർ റേറ്റ് ആയിരിക്കും 5%. നമ്മുടെ ഫുൾ ഇയർ റേറ്റ് എത്ര വരും? 5ന്റെ ഇരട്ടി 10% പ്രധാനമാണ് നമ്മുടെ റേറ്റ് പെർസെന്റേജ് പ്രധാനമാണ്. അപ്പൊ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, എക്സാമിന് നിങ്ങൾ യൂസ് ചെയ്യാൻ മെത്തേഡ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതിന്റെ ഹാഫ് ഇയറിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്? ഹാഫ് ഇയറിന്റെ റേറ്റ് കണ്ടുപിടിച്ചത്. നമുക്ക് ഹാഫ് ഇയറിലെ റേറ്റ് ആണ് ഈ കണ്ടുപിടിച്ചത് 5%. അപ്പൊ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വർഷത്തെ 1 ഇയറിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഇവിടെ 4 ഇയറിലെ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയേ? 4 ഇയറിലെ ഇൻട്രസ്റ്റ് കിട്ടിയത് 1200. ഒരു ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയാണ്? 1200 പോയി 4 എത്ര കിട്ടും? 300 കിട്ടും. 300 ആണ് എന്ത്? ഒരു ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇയറിലെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് 300 ആണ്. നമുക്ക് എന്ത് കിട്ടും? ഒരു ഇയറിലെ എന്ത് കിട്ടും? റേറ്റ് പെർസെന്റേജ് കിട്ടും. ഒരു ഇയറിലെ റേറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? എത്രയാണ് കിട്ടുന്നത്? 300/3000 × 100. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? ഇത് 10%. 300 എന്ന് പറഞ്ഞാൽ 3000ന്റെ 10%. ഇവിടെ നമ്മൾ ഈ ഹാഫ് ഇയർ എടുത്തിട്ട് ഹാഫ് ഇയർ എടുത്താലും നമുക്ക് എന്താണ് ഇവിടെ വ്യത്യാസമില്ല. ഹാഫ് ഇയർ എടുത്താലും വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാരണം എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആകും. ഇത് കോമ്പൗണ്ട്സ് വരുമ്പോൾ എന്ത് വരും? ഇത് ഡിഫറൻസ് വരും. ഇവിടെ ഹാഫ് ഇയർലി എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇയർ റേറ്റ് എത്ര കിട്ടും? 5% കിട്ടും. ഫുൾ ഇയർ വരുമ്പോൾ എന്ത് തന്നെ വരും? 10% തന്നെ വരും. ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാലും എന്താണ് അത് സെയിം തന്നെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇയറിൽ ഇവിടെ 150 ഇൻട്രസ്റ്റ്, ഒരു ഇയർ ആകുമ്പോൾ എന്താവും? അതിന്റെ ഇരട്ടി ആവും. അതായത് സെയിം എമൗണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ചെയ്തിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഈ ക്വസ്റ്റിനോട് നിങ്ങൾക്ക് എന്തായി? അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഹാഫ് ഇയർ എന്ന് പറഞ്ഞാലും ക്വാർട്ടർലി എന്ന് പറഞ്ഞാലും എന്താണ് ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ ക്വാർട്ടർലി ആകുമ്പോൾ ക്വാർട്ടർലി റേറ്റ് എത്ര ആയിരിക്കും വരുന്നത്? 5ന്റെ പകുതി 2.5% ആയിരിക്കും. ഹാഫ് ഇയർ ആകുമ്പോൾ എന്ത് വരും? അതിന്റെ ഇരട്ടി വരും. ഫുൾ ഇയർ ആകുമ്പോൾ എന്ത് വരും? അതിന്റെ ഇരട്ടി വരും. അങ്ങനെ 10% ആണ് നമ്മുടെ റേറ്റ് പെർസെന്റേജ് പ്രധാനം. പക്ഷേ നമ്മുടെ കോമ്പൗണ്ട്സ് വരുമ്പോൾ എന്താവും? ഇത് ചേഞ്ച് ആവും. ക്വാർട്ടർലി റേറ്റും ഹാഫ് ഇയർലി റേറ്റും എന്താവും? ചേഞ്ച് ആവും. അപ്പൊ എക്സ്ട്രാ ഇൻട്രസ്റ്റിന്റെ കോമ്പൗണ്ട്സ് വരും. അത് നമുക്ക് അതിൽ പഠിക്കാം. ഓക്കെ, ഈ കാര്യം വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കി ഇത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? വായിച്ചിട്ട് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ദിവസം നോക്കി ഈ സം ബിക്കംസ് 500 in 5 years and 600 in 7 years at a certain rate percentage per annum at similar interest. at similar interest. Okay, what is the sum? ഏതോ ഒരു സം ഉണ്ടായിരുന്നു. 500 in 5 years and 600 in 7 years. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എന്ന് പറഞ്ഞ സം ഉണ്ടായിരുന്നു. അത് 5 വർഷം കൊണ്ട് ഇത്രയായി, 7 വർഷം കൊണ്ട് ഇത്രയായി. 2 വർഷം കൊണ്ട് ഇവിടെ എന്താ നടന്നത്? 2 വർഷം കൊണ്ട് എത്ര രൂപ കൂടിയേ? 500 എന്നുള്ളത് 500 ഏതോ ഒരു സം ഉണ്ടായിരുന്നു. ഇത് 500 കുറവുള്ള സമ്മ. വാട്ട് ഈസ് സമ്മ? അപ്പൊ 500 കുറവായിരിക്കും നമ്മൾ സമ്മ എന്ന് പറഞ്ഞത്. അത് 5 വർഷം കൊണ്ട് ഇത്രയായി, 7 വർഷം കൊണ്ട് ഇത്രയായി. 2 വർഷം കൊണ്ട് 5 to 7 ആ 2 വർഷം കൊണ്ട് എത്ര കൂടിയത്? 100 രൂപ കൂടി. അപ്പൊ നമുക്ക് ഏതാണ് സമ്മ? വളരെ സിമ്പിൾ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന്റെ പകുതിയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മളെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ കോമ്പൗണ്ട്സ് കൂടെ വരുമ്പോൾ എന്താവും? ഇത് കൂടുതൽ സെറ്റ് ആയിക്കോളും. അപ്പൊ 2 വർഷം കൊണ്ട് 100 രൂപയാണ്. നമുക്ക് ഒരു വർഷത്തെ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് എന്താ 5 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടിക്കൂടെ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് ആണ് അല്ലേ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. പ്രിൻസിപ്പളിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത്. 2 വർഷം 100 ആണെങ്കിൽ 5 വർഷം എത്രയായി? 2 വർഷം 100 ആണെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 50 കൊണ്ട്. 5 വർഷം ആകുമ്പോൾ 5നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണ്? 250 രൂപ. 5 വർഷം കൊണ്ട് എന്താണ് ആയത്? 250 രൂപയാണ് എന്ത്? നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 5 വർഷം കൊണ്ട് ആ സം ഓഫ് മണി എത്രയാണ് തന്നിരിക്കുന്നത്? 500 ആകും. അപ്പൊ 5 വർഷം കൊണ്ട് 500 ആവണമെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് വന്നത്? 250 ആണ്. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 500 നിന്ന് ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതായത് 250 രൂപ. 250 രൂപ ഉണ്ടായിരുന്നു. അതിനകത്ത് 5 വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 250 രൂപ കൂടിയിട്ടാണ് എന്തായത്? അത് 500 ആയി. 250 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് 7 വർഷത്തിൽ നിന്നും വരാം. 7 വർഷത്തിലാകുമ്പോൾ 2 വർഷം 100 ആണെങ്കിൽ 7 വർഷം കൊണ്ട് എത്രയാണ്? 2 ഇത് 2 × 50 ആണ്. അപ്പം 7 × 50 അതായത് 350 രൂപയാണ് എന്ത്? 7 വർഷത്തെ ഇൻട്രസ്റ്റ്. 350 രൂപ 7 വർഷത്തെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 7 വർഷം കൊണ്ട് എമൗണ്ട് എത്ര ആയത്? 600 രൂപ. 600 - 350 എത്ര വരും? 250 ആണ് എന്ത്? ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരു ചെറിയ പാർട്ടായിട്ട് വരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ എന്താണെന്ന് പഠിച്ചു, അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇത് സെഷൻ അവസാനം. ക്വസ്റ്റ്യൻ നോക്കി. എ മാൻ ബോറോഡ്
some money at simple interest. In the first 4 years, rate is 8% per annum. Next 6 years, rate is 10% per annum. After that, rate becomes 12% per annum. Find total money borrowed initially if total interest after 15 years become 15,200 rupees. അപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾക്ക് പ്രീവിയസ് ഒരുപാട് വന്നിട്ടുള്ളതാണ്, ഇനിയും വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചത് മനസ്സിലാക്കാൻ നോക്കി. എ മാൻ ബോറോഡ് സം മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇൻ ദ ഫസ്റ്റ് 4 years റേറ്റ് ഈസ് 8% per annum. അപ്പോൾ 4 വർഷം 8% per annum എന്ന് പറഞ്ഞാൽ ഒരു വർഷം 8% ആണ്. അങ്ങനെ 4 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ പി ആണെന്ന് വെച്ചു. ഇത്ര ഒരു സമ്മാനമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. മാൻ ബോറോഡ് ഫൈൻഡ് ദ ടോട്ടൽ മണി, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് പി ആണെന്ന് വെച്ചു. ഫസ്റ്റ് 4 years 8% per annum ആണ്. ഫസ്റ്റ് 4 years അവർക്ക് എത്ര എഫക്റ്റീവ് റേറ്റ് കിട്ടിയ പ്രിൻസിപ്പളിന്റെ 8 × 4 32%. അത് നമുക്ക് ഇത്രയും ക്ലാസ് ചെയ്തതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ചുമ്മാ പറയാം. അടുത്ത നെക്സ്റ്റ് 6 years, ഇപ്പം 4 വർഷം കഴിഞ്ഞു. നെക്സ്റ്റ് 6 years 10% per annum എന്ന് പറഞ്ഞാൽ എത്ര വരും? അടുത്ത 6 വർഷം ഓരോ വർഷം 10 വെച്ച്, അതായത് 60% ഓഫ് പ്രിൻസിപ്പൾ കിട്ടും. എത്ര വർഷമായി? ഇവിടുത്തെ 6 വർഷവും ഇവിടുത്തെ 4 വർഷം 10 വർഷമായി. ഇനി എത്ര വർഷം ഉണ്ട്? എത്ര വർഷം ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? ടോട്ടൽ 15 വർഷം കഴിഞ്ഞുള്ള നമുക്ക് തന്നിട്ടുള്ളത്. 10 വർഷമായി. ഇനി എത്ര വർഷമുണ്ട്? 5 ഇയറുകളുണ്ട്. അത് ആ 5 ഇയറിൽ ആഫ്റ്റർ ദാറ്റ് റേറ്റ് ബിക്കംസ് 12% per annum. അത് ആ 5 ഇയറിൽ എത്രയാണ്? 12% per annum ആണ്. അപ്പോൾ ഇവിടെ എത്താണ്? 12 × 5, അതായത് 60% ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ടോട്ടൽ പ്രിൻസിപ്പളിന്റെ എത്ര പെർസെന്റേജ് ആയി? 120 32. അതായത് 152% ഓഫ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഫൈൻഡ് ദ ടോട്ടൽ മണി ബോറോഡ് ഇനിഷ്യലി ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 15 years ബിക്കം 152 അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 32% ഓഫ് പി, ഇത് 60% ഓഫ് പി കിട്ടും, ഇവിടെ 60% ഓഫ് പി കിട്ടും. പിന്നെ ടോട്ടൽ എത്ര പെർസെന്റേജ് ഓഫ് പി കിട്ടും? 152. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് 32 160 152% ഓഫ് പി ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? അല്ലേ, ഇൻട്രസ്റ്റിലേ തന്നിരിക്കുന്നത് 152.00. നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ ഫൈൻഡ് ദ ടോട്ടൽ മണി ബോറോഡ്. ടോട്ടൽ മണി ബോറോഡ് എന്ന് പറഞ്ഞാൽ പി ആണ്. ഈ പിയുടെ എത്ര പെർസെന്റേജ് ആണ്? 100%. 152% ഓഫ് പി അറിയാം, എന്നാൽ 100% കിട്ടുമല്ലോ. ഈ ഓഫ് പി ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് 150 ക്യാൻസൽ ആവുന്നതുകൊണ്ട് 1 കഴിഞ്ഞിട്ട് കുറച്ച് 0 ആയിരിക്കും നമ്മുടെ ആൻസർ, അല്ലേ? നൺ ഓഫ് ദിസ് ആണ് എന്ത് ഇതിന്റെ ആൻസർ. എത്ര വരും നമ്മുടെ ആൻസർ? 1 2 3 4 10,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേഷൻ കൂടി ചോദിക്കാറുണ്ട്. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കേ. എ മാൻ ബോറോഡ് സം മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇൻ ദ ഫസ്റ്റ് 4 years റേറ്റ് ഈസ് 8% per annum. അപ്പൊ നമുക്ക് എന്ത് ഫസ്റ്റ് 4 years പി കിട്ടു. ഫസ്റ്റ് 4 years 8 4 32% ഓഫ് പി കിട്ടി. നെക്സ്റ്റ് 6 years 10%, അതായത് 60% ഓഫ് പി കിട്ടി. അടുത്ത ആഫ്റ്റർ ദാറ്റ് റേറ്റ് 12% per annum. ഫൈൻഡ് ദ ടോട്ടൽ മണി റിസീവ് മണി ബോറോഡ് ഇനിഷ്യലി ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് ഒന്ന് നോക്കേ. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 15 years ബിക്കംസ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് നിൽക്കുന്നത്. ഇൻട്രസ്റ്റ് ആണ് 15 വർഷം കഴിഞ്ഞിട്ട് ഇത്രയാവുന്നത്. ഇവിടെ നോക്കേ ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 15 years. നേരത്തെ ഇൻട്രസ്റ്റ് ആയിരുന്നു 15 years കഴിഞ്ഞ് തന്നിട്ടുള്ളത്. ഇപ്പം എന്താണ്? ഇത് എമൗണ്ട് ആണ്, അത് ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ സെയിം തന്നെ. ആഫ്റ്റർ ദാറ്റ് റേറ്റ് ഓഫ് ബിക്കംസ് 12% ആണ്. ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാ? 15 വർഷമായിരുന്നു. 10 വർഷം കഴിഞ്ഞ് ബാക്കി 5 വർഷം. ഇവിടെ 60% കിട്ടുന്നത്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ എത്ര ആയിരുന്നു? അതിന്റെ 152% ആണ് എന്ത്? ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അല്ല, എന്താ തന്നിരിക്കുന്നത്? എമൗണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രിൻസിപ്പിളും നമ്മുടെ ഇൻട്രസ്റ്റോട് ചേർന്നെയാണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പിളിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട്? 100% ഉണ്ട്. ഇൻട്രസ്റ്റ് ഇവിടെ എത്ര ഉണ്ട്? 152%. 100% പി ഉണ്ട്, 152% പി ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 252% ഓഫ് പി. ഇതാണ് എന്ത്? നമ്മുടെ എമൗണ്ട്. ഒരിക്കലും 152 അല്ല, പെർസെന്റേജ് ഓഫ് പി അല്ല നമ്മുടെ എമൗണ്ട്. അത് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 152 100 എന്ന് പറഞ്ഞാൽ അത് അതിന്റെ 100% പ്രിൻസിപ്പളിന്റെ അതിനാണ് നമ്മൾ 100% പ്രിൻസിപ്പളിനെ. 252% ഓഫ് പി ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര? 20 160. ഈ മെത്തേഡൊക്കെ ഞാൻ പെർസെന്റേജിന്റെ ക്ലാസ്സിൽ വൃത്തിയായിട്ട് എങ്ങനെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്നില്ല. ഓക്കെ, ഇനി 252% പി ആണ് തന്നേക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ മണി ബോറോഡ്. പറഞ്ഞാൽ അത് ആ മണിയുടെ എത്ര പെർസെന്റേജ്? 100% പി ആണ്. പെർസെന്റേജ് പി ഒന്നും എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എത്ര കിട്ടും? 252 എന്ന് പറയുമ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എത്ര? ഇത് ഗുണം 8 ആണ് ചെയ്തിരിക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ എന്താ?
2500 നോക്ക് 25 നമുക്ക് ഓപ്ഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. 252 ഗുണം 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് 2520. 10 വരെ പോകത്തില്ല. പിന്നെ ഏതാ ഉള്ളത്? 6 യൂണിറ്റ് വേണം. അങ്ങനെയുള്ള ഏതുണ്ട്? 8 ഉണ്ട്. 8 ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 1600 252 ഗുണം 8 എന്ന് പറഞ്ഞാൽ 250 ഗുണം 8 2000, പിന്നെ 8 2 16 2016 ഒന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇത് 8 കഴിഞ്ഞിട്ട് ബാക്കി 3 0. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ എ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം? ഗസ് ചെയ്യും. അപ്പം ഓക്കെ, ഇന്ന് നമ്മൾ CHSL വേണ്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റും പറഞ്ഞു, അതിനകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ദിശ അൺഅക്കാഡമിയായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യണം? ദിശ അക്കാഡമി അൺഅക്കാഡമിയായിട്ട് ചേർന്നിട്ട് NTSന് വേണ്ടി ലൈവ് ക്ലാസ്, NTSന് വേണ്ടി നല്ല SSCയുടെ എല്ലാ എക്സാംസുകൾക്കും വേണ്ടി ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ലൈവായിട്ട് എന്ത് ചെയ്യാം? ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള അങ്ങനെ നോക്കുക. അപ്പോൾ അതിനകത്ത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും ഉള്ളത്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എന്ത് ചെയ്യാം? നമുക്ക് മാത്സിന് ബാക്കി സബ്ജക്റ്റുകൾക്കെല്ലാം നമുക്ക് ക്ലാസ് തരാൻ പറ്റുന്നതാണ്. അതിന് മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ തരാനൊരു എൻകറേജ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.